വയനാട് തലപ്പുഴയിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയ സ്ഫോടക വസ്തു ബോംബ് സ്ക്വാഡ് നിർവീര്യമാക്കി. 1 കിലോ അമോണിയം നൈട്രേറ്റ് ബേസ് ഉപയോഗിച്ച് നിർമ്മിച്ച ഉഗ്ര പ്രഹരശേഷിയുള്ള IED ബോംബാണ് മേലെ തലപ്പുഴയിൽ നിന്ന് കണ്ടെത്തിയത്. മാവോയിസ്റ്റുകൾ കുഴിച്ചിട്ട സ്ഫോടക വസ്തുവാണിതെന്നാണ് പോലീസിന്റെ നിഗമനം. പ്രദേശത്ത് തണ്ടർബോൾട്ടും പോലീസും പരിശോധന ശക്തമാക്കി. 8 ജലാറ്റിൻ സ്റ്റിക്കുകളും ഡിറ്റണേറ്ററുമായി ഘടിപ്പിച്ച ഉഗ്ര പ്രഹരശേഷിയുള്ള IED സ്ഫോടക വസ്തുവാണ് ബോംബ് സ്ക്വാഡ് എത്തി നിർവീര്യമാക്കിയത്. 5 കിലോയുടെ സ്റ്റീൽ സിലിണ്ടറിനകത്ത് അമോണിയം നൈട്രേറ്റ് ബേസ് ഉപയോഗിച്ച് നിർമ്മിച്ച IED ബോംബിന്റെ ഫ്യൂസ് വയർ 150 മീറ്ററോളം അകലെയായി ഉൾവനത്തിൽ ബോംബ് സ്ക്വാഡ് കണ്ടെത്തി. മേലെ തലപ്പുഴ മക്കിമലയിലെ കൊടക്കാട്ട് ആദിവാസികൾ താമസിക്കുന്ന മേഖലയ്ക്ക് അടുത്തുള്ള വനാതിർത്തിയിലെ ഫെൻസിംഗിനു സമീപം ഇന്നലെ വൈകിട്ടാണ് വനം വകുപ്പ് വാച്ചർമാർ സ്ഫോടക വസ്തു കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ ഞങ്ങൾ ഫീൽഡിൽ പണിക്ക് പോകുമ്പോൾ കാട് ഇങ്ങനെ ലൈനിൽ കൂടി ഇങ്ങനെ വെട്ടി പോകുമ്പോൾ ഇത് സംഭവം ഇങ്ങനെ ഒരു വയറ് കണ്ടു. അപ്പോൾ അത് ഞങ്ങളിങ്ങനെ സംശയം കൊണ്ട് പൊക്കി നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ് രീതിയിൽ ഒരു സ്റ്റീലിൻ്റെ മോഡൽ അതിൻ്റെ അകത്ത് കണ്ടത്. ഞങ്ങൾ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ച് സ്ഥിരമായി മുൻപ് മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച പ്രദേശമാണ് തലപ്പുഴ. പ്രദേശവാസികളുടെ വീടുകളിൽ മുൻപ് നിരവധി തവണ മാവോയിസ്റ്റുകൾ എത്തിയിരുന്നു. എൻ്റെ വീട്ടിൽ 4 വട്ടം വന്ന ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് അരി സാധനങ്ങളൊക്കെ എടുത്ത് പോയി. 5ാമത്തെ വട്ടം ഞാൻ സ്റ്റേഷനിൽ പോയി പറഞ്ഞു. എല്ലാവരുടെ തോക്കുണ്ട്, 2 പെണ്ണുങ്ങളും 2 ആണുങ്ങളും. മാവോയിസ്റ്റ് തിരച്ചിലിനായി എത്തുന്ന തണ്ടർബോൾട്ട് സേനയെ ലക്ഷ്യം വെച്ചാണ് ബോംബ് സ്ഥാപിച്ചതെന്നാണ് പോലീസ് നിഗമനം. സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിന്റെ പോലീസ് മേധാവി തബോഷ് ബസുമതരിയും NSDയും സ്ഥലം സന്ദർശിച്ചു. തണ്ടർബോൾട്ടും പോലീസും മേഖലയിൽ പരിശോധന തുടരുകയാണ്. മക്കിമലയിലെ വനമേഖലയിൽ നിന്ന് കണ്ടെത്തിയ ബോംബ് ഇപ്പോൾ പോലീസും തണ്ടർബോൾട്ടും ചേർന്ന് നിർവീര്യമാക്കിയിരിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ഇബ്രാഹിമിനോടൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്.